നമ്മള് തുടരും സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുണ്ട്, ഇതാ ഇവിടെ നമ്മളെ വിനീഷ് ഭായി ഉണ്ട്. വിനീഷ് ഭായി ഓഡിയോ പോവാന്ന്. വിനീഷ് ഭായി ഉണ്ട്. നമ്മള് സിനിമയെല്ലാം കണ്ടിട്ട് കഴിഞ്ഞിട്ട് നല്ലൊരു റിവ്യൂ ആയിട്ട് വരാം. പിള്ളേര് പോപ്കോണെല്ലായിട്ട് ഓൾറെഡി റെഡിയായി. എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നു. നമ്മൾ കുറച്ച് ലേറ്റ് ആയി എത്താൻ വേണ്ടിട്ട്. അങ്ങനെ തുടരും സിനിമ കാണാൻ എല്ലാവരും വന്നു, റെഡി ആയിരിക്കുകയാണ്. അന്തുവിന് ഇഷ്ടപ്പെടുമോ ഈ സിനിമ? തുടരും പടം കണ്ടിട്ട് വന്നു. നല്ല അടിപൊളി മോഹൻലാൽ പടം അല്ലേ? നല്ല രസമുണ്ട്. നല്ലൊരു മൂവിയാണ്. മോഹൻലാലിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു തന്നെ പറയാ. ഇതുവരെ നമ്മള് കണ്ടത് മോഹൻലാല് എമ്പുരാൻ എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ, അധികം ഇല്ലല്ലോ. എമ്പുരാൻ പിന്നെ വേറൊരു കാറ്റഗറിയാണ്. ആ കാറ്റഗറി ആയിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഒരുപാട് കാലത്തിന് ശേഷം മോഹൻലാലിന് നന്നായിട്ട് അഭിനയിച്ച് കാണിക്കാൻ നല്ലൊരു മൂവി കിട്ടി. അതിൽ ഓരോരോ ആക്ഷൻ ത്രില്ല് കാണുമ്പോൾ നമുക്ക് പുലിമുരുകനിലേക്ക് ഒന്ന് പോകും, സ്ഫടികത്തിലേക്ക് ഒന്ന് പോകും. പിന്നെ അതിലത്തെ കുറച്ച് സീനുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ദൃശ്യത്തിന്റെ ആ ഒരു സ്റ്റോറി അല്ല പറയുന്നത്, അതിലത്തെ ഓരോ സീനുകളുടെ ഒരു ശൈലിയിലേക്ക് അങ്ങ് പോകും. എല്ലാം കൊണ്ടും ഇത് അടിപൊളി മൂവിയാണ്. എല്ലാരും കാണും. ആർക്കും കണ്ടതിന് ശേഷം മോശം പടം ഒരു ഫീല് തോന്നില്ല. എല്ലാവർക്കും ഇഷ്ടം. അടിപൊളി മൂവിയാണ്. നമുക്ക് ഇഷ്ടമായി. അപ്പൊ നിങ്ങൾ എല്ലാരും പോയി കാണുക. നമുക്ക് ഇഷ്ടമായി. ഏതായാലും മോഹൻലാലിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്താ പറയാ. മോഹൻലാൽ നല്ലോണം എല്ലാരും ഓക്കെ, വില്ലനായാലും എല്ലാം സൂപ്പർ. അപ്പൊ എല്ലാരും പോയി കാണാം. അപ്പൊ ബൈ.